ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്തൊരു ചൂടാണല്ലേ, ഭയങ്കര ചൂട്. അതെ, കണ്ട സിനിമ വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി കയറാറുണ്ടോ ഈ ചൂട് കാരണം? സത്യം പറഞ്ഞേ, ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂടൊക്കെ മാറ്റി നിങ്ങളുടെ ബോഡിയെ ഹൈഡ്രേറ്റഡ് ആക്കി നിങ്ങളുടെ ടെമ്പറേച്ചറൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ചില ഫുഡിനാവും. ചില ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തേക്ക് ഒന്ന് ഉറങ്ങാൻ പറ്റുമോ? ചൂടെടുത്ത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഹീറ്റ് ഫീൽ ചെയ്യില്ലേ? അപ്പോൾ ചില ഫുഡുകൾ നമ്മളെ കൂളാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കിയാലോ. ഒന്നാമത്തേത് തേങ്ങാവെള്ളം അല്ലെങ്കിൽ കരിക്കും വെള്ളം. ഇതിലേതും കുടിക്കാം കേട്ടോ. നാച്ചുറൽ ഇലക്ട്രോലൈറ്റ് ആണ്. അത് മാത്രമല്ല, നമ്മളെ ഭയങ്കര പൊട്ടാസ്യം റിച്ച് ആണ് കേട്ടോ. ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും. നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂൾ ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ മിന്റ് ഇല ഇല്ലേ, പുതിനയില്ല, ഇതിൽ കൂളിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചമ്മന്തി ആക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ആക്കത്തില്ലേ, അതിനകത്തൊക്കെ ആണെങ്കിലും ഇടാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുന്നവർ ആ കൂളിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്കെല്ലാം കൂൾ ഫീൽ ഉണ്ടാവും. അടുത്താണ് 92% വാട്ടറുള്ള, നമ്മൾ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആക്കും കൂളാക്കിയിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള നമ്മുടെ ബത്തക്ക, വാട്ടർമെലോൺ, തണ്ണിമത്തങ്ങ, ഇതും കഴിക്കാം കേട്ടോ. അടുത്തതാണ് തൈര്, കേട് നമ്മുടെ ശരീരം നല്ല കൂളാക്കി വെക്കാൻ വേണ്ടി സഹായിക്കും. നമ്മൾ തൈര് വെറുതെ കുടിക്കാൻ തന്നെ ഇത് രസമല്ലേ. ആൻറ്റി മൈക്രോബിലുണ്ട്, ഒരുപാട് നല്ല അണുക്കളുണ്ട്. നമ്മുടെ ശരീരത്തെ ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെ കൈകാര്യം ചെയ്യുന്ന നല്ല ഹെൽത്തി ആക്കി വെക്കുന്ന ആരായി നല്ല അണുക്കൾ തന്നെയല്ലേ. അപ്പോൾ ഇത് ശരീരത്തിൽ എത്തുമ്പോൾ നമ്മളുടെ ഗട്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനൊക്കെ സഹായിക്കും. കൂളായിട്ടിരിക്കാനും പറ്റും. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് നിറച്ചുണ്ട് കേട്ടോ. പിന്നെ കൂളിംഗ് തരുന്ന ഫ്രൂട്ട്സ് നമ്മുടെ ബനാന, വാഴപ്പഴം കഴിക്കുന്നതല്ല നല്ലൊരു കൂൾ ഫീലിംഗ് ഉണ്ടാകും. മാത്രമല്ല കൂടുതൽ വാട്ടറൊക്കെ അബ്സോർബ് ചെയ്ത് നമ്മളെ ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കാനൊക്കെ സഹായിക്കും. പിന്നെ അറിയില്ല, ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടില്ലേ. പിന്നെ ഉള്ളി സൺബേണിനൊക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ തരും. പിന്നെ അവോക്കാഡോ, ബട്ടർ മിൽക്ക്, നമ്മൾ മോര്, എന്നെ ടേസ്റ്റി അല്ല ഈ സമയത്ത് കുടിക്കുമ്പം.